മാന്നാർ മച്ചൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 270 കോടിക്ക് അടുത്താണ് ഈ ഒരു സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത് എമ്പുരാൻ്റെ കളക്ഷനാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ. 265 കോടിക്ക് മുകളിലായിരുന്നു അതിൻ്റെ ഒരു കളക്ഷൻ. അപ്പോൾ ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലോക ഇപ്പോൾ 270 കോടിയിലോട്ട് എൻ്റർ ആയിരിക്കുന്നത്. ഇനിയും എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു 300 കോടി ക്ലബ്ബിൽ കയറാൻ കെൽപ്പുള്ളൊരു ചിത്രം തന്നെയാണ് നമ്മുടെ ലോക എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ ഒരു 300 കോടി ക്ലബ്ബിൽ കയറി പുതിയൊരു ചരിത്രം കുറിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ എല്ലായിടങ്ങളിലും നല്ല റീച്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയ ബഡ്ജറ്റൊന്നുമല്ല, ഒരു 30-40 കോടിക്കുള്ളിൽ എടുത്തൊരു സിനിമയാണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യത്തേയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മറ്റ് ഇൻട്രസ്റ്റിനുള്ളവർ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇത്രയും ഒരു ചെറിയ ബഡ്ജറ്റ് വെച്ച് എങ്ങനെ ഇത്രയും വലിയൊരു സിനിമ എടുത്തു എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് 30-40 കോടി എന്നൊക്കെ പറയും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വലിയ ബഡ്ജറ്റാണെന്നാണ് നമ്മൾ അവർക്ക് ഉത്തരം കൊടുത്തിരിക്കുന്നത്. പിന്നെ ലോക ഇൻഡസ്ട്രി ഹിറ്റായി മാറണമെങ്കിൽ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ തുടരുവാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം 118 കോടി രൂപയാണ് നമ്മുടെ തുടരും സിനിമ നേടിയെടുത്തത്. അപ്പം ലോക ഇതുവരെയായിട്ട് 96 കോടിക്ക് മുകളിലൊരു കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ തുടരുമിൻ്റെ ആ ഒരു കളക്ഷൻ ബ്രേക്ക് ചെയ്താലേ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലോട്ട് ഇത് പോകത്തുള്ളൂ. എന്തായാലും അങ്ങനെയും പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ലോക ഇപ്പം വലിയൊരു വിജയം മാറിയിരിക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ 300 കോടി ക്ലബിലേക്കും കയറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ എത്ര കോടി വരുമെന്നുള്ളത് നിങ്ങളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.